കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഭാഗത്തിന്റെ തുടർച്ചയായിട്ടല്ല ഇന്ന് ദൈവവചനം പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കണക്കാക്കി ചില കാര്യങ്ങൾ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കാം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കും. ഞാൻ മുൻപ് ഒന്നുകൊണ്ട് പ്രാവശ്യം പറഞ്ഞു വിട്ടെങ്കിലും ആ വിഷയത്തിൽ തൊടുകയോ ഒരുമിച്ചൊന്ന് വിചിന്തനം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യാത്ത ഒരു വിഷയം ഇന്ന് ഒരു സ്പെഷ്യൽ ക്ലാസ് എന്ന നിലയിൽ ടൈറ്റിൽ കൊടുത്ത് നമുക്ക് പഠിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ, ക്രിസ്തു വിശ്വാസികൾ ഇന്നേ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്നും ദുഃഖവെള്ളിയാഴ്ച എന്നും രണ്ട് നിലയിൽ അതിനെ പേരിട്ടുകൊണ്ട് വിളിക്കുകയും അവർ വിശ്വസിച്ചു പോരുന്ന അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുള്ള കർമ്മങ്ങളിലൂടെ അത് ആഘോഷിക്കുകയും ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് പകൽ. പേരിന്റെ അർത്ഥവ്യത്യാസങ്ങളെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ക്രിസ്ത്യാനിയായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവും. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ക്ലാസ്സിലുള്ള ചുരുങ്ങിയ ആൾക്കാരെ ഉള്ളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഡോണ്ട് വറി, ഒരാളെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും പേരുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ഞാന് ഇന്ന് അതുകൊണ്ട് ചിന്തിക്കാൻ പോകുന്നത് ഈ ദിവസത്തിന്റെ ഈ ആഘോഷങ്ങളുടെ ഒക്കെ പൊരുൾ എന്താണ് എന്നൊന്ന്, അതാണ് ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പൊരുളിരിക്കുക എന്നുള്ളതല്ല. ആ നിഴൽ പൊരുൾ അർത്ഥങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി കർത്താവിന്റെ തിരുമേശ കർത്താവ് സ്ഥാപിച്ചതും അതിലൂടെ എന്താണ് അർത്ഥമാക്കിയതെന്നും വളരെ വേഗത്തിൽ പറഞ്ഞ് വളരെ ശ്രദ്ധയോടെ കർത്താവിന്റെ മേശയും അതിന്റെ ഉപദേശങ്ങൾ ഇപ്പോൾ പറയാൻ സമയമില്ല, അത് നമുക്ക് പിന്നീട് ഒരു സന്ദർഭത്തിൽ ചിന്തിക്കാം. എന്നാൽ ആ സ്ഥാപിച്ച വിധം, സന്ദർഭം ഒക്കെ ഒരുമിച്ച് ഒന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ നമുക്ക് ദൈവകൃപയിൽ ശരണപ്പെടാം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് സഹായിക്കേണ്ടതായിട്ടുണ്ട്. ക്ലാസ്സിൽ സാധാരണ കാണുന്ന പലരും കാണാത്തത് കൊണ്ട് ആര് വായിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് വായിക്കേണ്ട വേദഭാഗം ലേവ്യ പുസ്തകം 16-ാം അധ്യായം. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. ഇതിപ്പോ രാജ്യാന്റി ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ലേവ്യ പുസ്തകം 16-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ വായിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠത്തിങ്കൽ ചെന്ന് അതിന് പ്രായശ്ചിത്തം കഴിക്കണം. കാളയുടെ രക്തവും കോലാട്ടുകൊറ്റന്റെ രക്തവും കുറേശ്ശെ എടുത്ത് പീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടണം. അവൻ രക്തം കുറെ വിരൽ കൊണ്ട് 7 പ്രാവശ്യം അതിന്മേൽ തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശ്ചിത്തം കഴിച്ച് തീർന്ന ശേഷം ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റനെ കൊണ്ടുവരണം. മതി. ഇനി എബ്രായ ലേഖനം 9-ാം അധ്യായം 11, 12 വാക്യങ്ങൾ. എബ്രായ ലേഖനം 9-ാം അധ്യായം 11, 12 വാക്യങ്ങൾ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആമേൻ. ഞാൻ ഇന്നെടുക്കുന്ന സബ്ജക്റ്റ്, എനിക്കൊന്നും ഇതില് ഒരാൾ ഈ സന്ദേശം നേരത്തെ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. ഇത് മറ്റൊരിടത്ത് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ ഒരു പ്രിയ സഹോദരിക്ക് അത് ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കാക്കുന്നു. ഓക്കെ, നമുക്ക് എന്തുമാകട്ടെ, ഞാൻ ആ വിഷയം ഒന്നുകൂടെ ഒന്ന് അതീവ ഗൗരവമുള്ളൊരു വിഷയമാക്കിയ വളരെ ഗൗരവത്തോടെ നമുക്ക് ആ ദൈവജനത്തിന്റെ ചിന്തയിലേക്കും പഠനത്തിലേക്കും ശ്രദ്ധിക്കാം. ഞാൻ ഇന്ന് പകൽ
തൃപ്പൂണിത്തറ ഷാരോൺ ചർച്ചിലായിരുന്നു പകൽ മീറ്റിംഗ്. നമ്മൾ പഠിച്ച ക്ലാസ് മാത്രം ഓർത്ത് ഞാൻ വൈകുന്നേരം വളരെ വേഗത്തിൽ ട്രെയിൻ പിടിച്ച് ഒറ്റപ്പാലത്ത് വന്ന് അവിടുന്ന് വീട്ടിൽ വന്ന് കുളിച്ച് അന്നേരം തന്നെ വന്നിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് വിഷയത്തിനും കൊടുക്കുന്ന സീരിയസ്നെസ് അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വളരെ വളരെ ഗൗരവമുള്ളതാണ്. ബാക്കിയുള്ളവർ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് വീഡിയോ കിട്ടുമല്ലോ, ദർശനം. ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായമാണ് അതീവ ഗൗരവമുള്ള, ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞ സാൽവേഷൻ മാനിഫെസ്റ്റോ എന്ന വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണ് ഈ 16-ാം അധ്യായം. അത് നിർബന്ധമായി ഒരു ദൈവബദൽ അറിഞ്ഞിരിക്കേണ്ട, പഠിക്കേണ്ട അധ്യായമാണ്. അത് നന്നായി പഠിച്ചിട്ടുള്ള ഒരു ദൈവ പൈതലിന് സംശയങ്ങളോ അല്ലെങ്കിൽ രക്ഷ എന്ന വിഷയം സംബന്ധിച്ച് കൺഫ്യൂഷൻസോ ചോദ്യങ്ങളോ, അതങ്ങനാണെങ്കിൽ ഇങ്ങനെ ആകുമോ, ഇങ്ങനാണെങ്കിൽ അങ്ങനെ ആയിത്തീരുമോ എന്നിട്ട് സംശയങ്ങൾക്കൊന്നും ഇട നൽകാതെ രക്ഷയുടെ എന്താ പറയാ ആധികാരികത വളരെ വിശദമാക്കിക്കൊണ്ട് നമുക്ക് കാര്യങ്ങൾ തെളിയിക്കുന്ന ഒരു അധ്യായമാണ് ലേവ്യ പുസ്തകം 16-ാം അധ്യായം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും പെരുന്നാളുകളെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചു വിട്ടു, ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിപ്പിച്ചൊന്നുമില്ല. അതിൽ 6-ാമത്തെ പെരുന്നാളായ മഹാപാപ പരിഹാര പെരുന്നാൾ കണ്ടോ, മഹാപാപ പരിഹാര പെരുന്നാൾ. 7-ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാളായി. അപ്പോൾ 6-ാമത്തെ പെരുന്നാളാണ് മഹാപാപ പരിഹാര പെരുന്നാൾ. ഈ മഹാപാപ പരിഹാര പെരുന്നാളിന് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വേണം അതിന്റെ പൊരുള് പുതിയ നിയമത്തിൽ എങ്ങനെ നിറവേറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ അതേ വാചകം ആവർത്തിക്കുന്നു. ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ സംഭവിച്ച നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് വേണം പുതിയ നിയമത്തിൽ ഇതിന്റെ പൊരുളിനെ നോക്കാൻ. അത്രയും ക്ലിയറായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നടന്ന സംഭവം എന്താണെന്ന് ഒന്നറിഞ്ഞിട്ട് വേണം. കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് പറയുമ്പോൾ എന്താണ് ആ വാക്യത്തിന്റെ പൊരുളെന്നുള്ളത് നിങ്ങൾക്ക് മറ്റാരും പറഞ്ഞു തരാതെ വളരെ വ്യക്തമായിട്ട് ആകുന്ന നിലയിൽ നമുക്ക് ആ വിഷയം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം ഞാൻ ഓർപ്പിച്ചു, മഹാപാപ പരിഹാരം എന്നുള്ളതാണ്. ദ ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ശ്രദ്ധിക്കണേ. ഒന്നുകൂടെ പറഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഏറ്റവും കാതലായ വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അതൊന്ന് 1 മണിക്കൂറിനകത്തൊന്നും നമുക്ക് ഒരിക്കലും ഒതുക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഞാനൊരു ഔട്ട്ലൈൻ ഈ 1 മണിക്കൂറിനുള്ളിൽ തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഈ മഹാപാപ പരിഹാരം, ആ ഉത്സവം, ആഘോഷം നടക്കുന്നത് നോട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നു, 7-ാം മാസം 10-ാം തീയതി, യഹൂദന്റെ കലണ്ടറിലെ 7-ാം മാസം 10-ാം തീയതി നടക്കുന്ന ശുശ്രൂഷ. എന്താണ് ആ ശുശ്രൂഷയുടെ വിവിധ വശങ്ങൾ? അതിത്രയേ ഉള്ളൂ, നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇസ്രായേൽ ജനത്തിന്റെ എല്ലാം ഒരൊറ്റ വർഷത്തെ മുഴുവൻ പാപവും പരിഹരിക്കപ്പെടുന്ന ദിവസമാണ് മഹാപാപ പരിഹാര ദിവസം. ആ പേരിനകത്ത് തന്നെ അർത്ഥമൊക്കെ പിടികിട്ടി. 1 വർഷം മുഴുവൻ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപവും ആ ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടും. അത്രയും ക്ലിയർ ആയി. ഒറ്റ ദിവസം കൊണ്ട് ആ 1 വർഷത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം. അത് നടക്കുന്ന ദിവസമാണ് ഏത്? പാപ പരിഹാര ദിവസം. എങ്ങനെ അത് സാധ്യമാകുന്നു പറയാം. ഇനി ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ എൻ്റെ കൂടെ വന്നെങ്കിലേ മനസ്സിലാവും.
കാരണം മഹാപാപപരിഹാര ദിവസം ഒരു യഹൂദൻ ഏത് രാജ്യത്തായിരുന്നാലും നിർബന്ധമായി വന്ന് ഇസ്രയേൽ എത്തിയിരിക്കും. കാരണം പാപം പരിഹരിക്കപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് ആരും ഒഴിവാകുകയില്ല. എല്ലാവരും ദേവാലയത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ മഹാപാപരിഹാര പെരുന്നാൾ എന്ന ഉത്സവം ആരംഭിക്കുക. എങ്ങനെയാണത്? 2 ആട്ടുകൊറ്റനെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരും. മറക്കരുത്, എത്രയാണ്? 2 ആട്ടുകൊറ്റനെ. 2 ആട്ടുകൊറ്റനെ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ട് അതിലേതാടിനെയാണ് ദൈവത്തിന് വേണ്ടിയുള്ളതെന്നും ഏതാടാണ് അസസ്സലിന് വേണ്ടിയുള്ളതെന്നും വേർതിരിക്കണം. എങ്ങനെ വേർതിരിക്കും? ചീട്ടിടും. മനസ്സിലാകുന്നുണ്ടോ? കുറിയിടുക എന്നൊക്കെ പറയല് എന്ന് പറഞ്ഞ പോലെ ചീട്ടിടും. എന്നിട്ട് ദൈവത്തിന് വേണ്ടിയുള്ള ആടിനെയും മാറ്റി നിർത്തും, അസസ്സേലിന് വേണ്ടിയുള്ള ആടിനെയും മാറ്റി നിർത്തും. നിങ്ങൾ ആ 16 അധ്യായം 1 വിശദമായി വായിച്ചു നോക്കണേ. ഒരു സൈഡിൽ ദൈവത്തിന് വേണ്ടിയുള്ള ആടിനെ മാറ്റി നിർത്തുന്നു, മറുഭാഗത്ത് അസസ്സേലിന് വേണ്ടിയുള്ള ആടിനെ മാറ്റി നിർത്തുന്നു. ഇപ്പൊ 2 ആടിനെയും മാറ്റി നിർത്തി. അത്രയും പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് ഞാൻ കണക്കാക്കും. 2 ആടിനെ, ഒന്ന് ദൈവത്തിന് വേണ്ടിയും മറ്റൊന്ന് അസസ്സേലിന് വേണ്ടി എന്ന നിലയിൽ മാറ്റി നിർത്തി. അവിടെ കൊണ്ട് തീരുന്നില്ല. മഹാപാപരിഹാര ദിവസമല്ലേ, അന്ന് 2 സ്വർണ്ണ കുടത്തിനകത്ത് 2 ചുവന്ന റിബൺ നാട കൊണ്ടുവരും. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഈ സ്വർണ്ണ കുടത്തിനകത്ത് ചുവന്ന റിബണും കൂടി ഇടുമ്പോൾ അതിന്റെ വൈഭവം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തോ ഒരു ബ്യൂട്ടി ആയിരിക്കും അല്ലെ. ഈ 2 റിബണും കൊണ്ടുവന്നിട്ട്, ഞാൻ പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ, ഈ 2 റിബണുകൾ കൊണ്ടുവന്നിട്ട് ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ആടിന്റെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റുമായിട്ട് ആ റിബൺ കെട്ടും. ഒരെണ്ണം കെട്ടും. ആർക്ക് വേണ്ടി വേർതിരിച്ചതിനെ? ദൈവത്തിന് വേണ്ടി വേർതിരിച്ചതിന്റെ കഴുത്തിൽ ഈ ചരട്, ഈ ചുവന്ന റിബൺ കെട്ടും. എന്നിട്ടോ അസസ്സേലിന് വേണ്ടി വേർതിരിച്ച ആടിന്റെ കൊമ്പിലും ഈ ചുവപ്പ് നാട കെട്ടും. ദൈവത്തിന് വേണ്ടി വേർതിരിച്ച ആടിന്റെ കഴുത്തിൽ ഇങ്ങനെ കിട്ടുന്നു, അസസ്സേലിന് വേണ്ടി വേർതിരിച്ച ആടിന്റെ കൊമ്പിലും ഈ ചുവപ്പ് നാട അല്ലെങ്കിൽ റിബൺ കിട്ടും. ഓക്കെ, അത്രയും പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. മഹാപരിഹാര ദിവസം ആൾക്കാരെല്ലാം വന്നു നിൽക്കുന്നു. ആലയത്തിന്റെ വാതിൽക്ക് വെച്ച് 2 ആടിനെ വേർതിരിക്കുന്നു. ഒന്ന് ദൈവത്തിന് വേണ്ടി, അസസ്സേലിന് വേണ്ടി. 2ന്റെയും കൊമ്പിലും കഴുത്തിലുമായി ഓരോ ചുവപ്പ് നാട റിബൺ കിട്ടും. ഇനിയാണ് അടുത്തത്. എന്നിട്ട് അസസ്സേലിന് വേണ്ടി വേർതിരിച്ച ആടിന്റെ മേൽ പുരോഹിതൻ മുന്നോട്ട് വന്നിട്ട് 2 കൈയും വെച്ച് അവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ ജനത്തിന്റെയും പാപം ആടിന്റെ മേൽ ചുമത്തും. ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത, ഒന്നും അറിയാത്ത നിഷ്കളങ്കയായ ആ ആട്ടിൻകുട്ടിയുടെ മേൽ ജനത്തിന്റെ മുഴുവനും പാപം ആക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ആ വാക്യൊക്കെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ജനത്തിന്റെ മുഴുവൻ പാപം ഇതിന്റെ മേൽ ചുമത്തി കഴിഞ്ഞിട്ട് ഈ ആടിനെ ഉഴിയും എന്ന് പറഞ്ഞാൽ പ്രസ് ചുമ്മാതെ പ്രസ് ചെയ്യല്ല. ആ പ്രസ് എന്നുള്ള പദം ഒന്നും വിടരുത്, എനിക്ക് പിന്നെ ഒരു ആവശ്യമുണ്ട്. ഉഴിയും അഥവാ പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആടിന്റെ അസ്ഥിയൊക്കെ ഒടിഞ്ഞു നുറുങ്ങി അതിന്റെ വേദന സഹിക്കാൻ പറ്റത്തില്ല. ഈ ആടിന് അതിന്റെ അസ്ഥിയൊക്കെ അങ്ങ് ഒടിഞ്ഞു നുറുങ്ങുന്ന വേദനയോടുകൂടെ അസ്ഥിയൊക്കെ ഒടിയും. അങ്ങനെ എന്നിട്ട് വിടത്തില്ല, അതുപോലെ പ്രസ് ചെയ്യും, ഉഴിയും. അത് കഴിഞ്ഞിട്ട് ആ ആടിനെ തിരിച്ചു നിർത്തിയിട്ട് പുരോഹിതൻ വിളിച്ചു പറയും, ബിഹോൾഡ് ദ ലാം. ആ ആടിതാ. ഏതാട്? ജനത്തിന് മുഴുവനും പാപം ഏൽക്കേണ്ടത് വേർതിരിച്ച ആടാണ് ഇപ്പൊ ഈ നിൽക്കുന്നത്. ശരീരമെല്ലാം വേദന സഹിക്കാൻ കഴിയാതെ അസ്ഥികളൊക്കെ ഒടിഞ്ഞു നുറുങ്ങി
ഒന്ന് നിലവിളിക്കാൻ പോലും ശേഷിയില്ലാതെ ആ ആട് നീക്കിയ. അതിനെ നോക്കിക്കൊണ്ടാണ് പുരോഹിതൻ പറയുന്നത്, ആ ആട് ഇതാ, ആ ആടിത, ബിഹോൾഡ് ദ ലാം. അത്ര നിങ്ങൾക്ക് വ്യക്തമായല്ലോ? സ്തോത്രം. അതിനുശേഷം അസസ്സേന് വേണ്ടി വേർതിരിച്ച ആട്ടുകൊറ്റനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുക, നിയമിക്കപ്പെട്ട ആളുടെ കയ്യിലാണ് കൊടുത്തുവിടുക. പക്ഷെ ഈ ശുശ്രൂഷ നടക്കുന്ന അന്ന് ശബത്താകയാൽ ശബത്ത് ദിവസം യഹൂദൻ 2000 മുഴമേൽ നടക്കാൻ പെർമിഷനും. എത്ര മുഴം? 2000 മാത്രം. 2000 മുഴമേൽ നടക്കാൻ പെർമിഷനും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ ആടിനെയും കൊണ്ട് ഒരാൾ 1000 മുഴം നടക്കും. ആടിനെയും കൊണ്ട് 1000 മുഴം പോകും. ആ 1000 മുഴത്തിന്റെ അവിടെ വേറൊരാൾ നിൽപ്പുണ്ട്. ഈ ആടിനെ അവിടെ നിൽക്കുന്ന ആളുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം തിരിച്ചു നടക്കും. അപ്പൊ അതും 1000 മുഴം. അപ്പൊ എത്രയായി? 2000 ആയി. കണ്ടോ? അവിടെ നിന്ന ആൾ ആടിനെ ഏറ്റു വാങ്ങിയിട്ട് ആ ആടിനെ കൊണ്ട് അദ്ദേഹം ഒരു 1000 മുഴം നടക്കും. അപ്പൊ അവിടെ വേറൊരാൾ നിൽക്കും. അദ്ദേഹത്തിന്റെ ഈ ആടിനെ കൊടുക്കും. അദ്ദേഹം ആടിനെ ഏറ്റുവാങ്ങും. അദ്ദേഹം വാങ്ങിയിട്ട് അദ്ദേഹം ഒരു 1000 മുഴം നടക്കും. അപ്പൊ അപ്പുറത്ത് വേറൊരാൾ നിൽക്കും. ഈ ആടിനെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇങ്ങനെ ആട് ഓരോ ആളുകളിൽ നിന്ന് കൈമാറി ഇങ്ങനെ പോകുമ്പോൾ ജനമെല്ലാം ഈ ആട്ടുകൊച്ചിനെ ഇങ്ങനെ നോക്കി നിൽക്കുക. അസസ്സേനോട് വേർതിരിച്ച് കൊമ്പിൽ ചുവപ്പ് നാട കെട്ടിയ ആടിനെ ഇങ്ങനെ ജനമെല്ലാം ഉറ്റു നോക്കി നിൽക്കുക. അതിന്റെ കാര്യം എന്നറിയാമോ? പാപത്തിന് പരിഹാരം ഒരു ദിവസമല്ലേ, അത് ഉറപ്പാക്കണം പാപം പരിഹരിക്കപ്പെട്ടു എന്നുള്ളത്. എങ്ങനെയാണ് അവർ കൺവിക്റ്റഡ് ആകുന്നത് ആ കാര്യത്തിൽ? ഓരോ 1000 മുഴം കഴിഞ്ഞ് ആടിങ്ങനെ മുന്നോട്ട് പോകും. ഇവർ നോക്കി നിൽക്കുമ്പോൾ തന്നെ രക്താംബരം പോലെ ചുവപ്പായിരിക്കുന്ന ഈ ചുവപ്പ് നാട, ആട് മരുഭൂമിയിലേക്ക് അകന്ന് പോകും തോറും ഈ ചുവപ്പ് നാട തനിയെ നിറം മാറാൻ തോന്നും. തനിയെ നിറം മാറി തനി വെള്ള നിറമായി. ക്ലിയർ ആകുന്നുണ്ടോ? ഈ കടും ചുവപ്പ്, രക്താംബരം പോലെ ചുവപ്പായിരിക്കുന്ന ഈ ചുവപ്പ് നാട നിറം മാറി വെള്ളയാകുന്നു. അത് കാണുമ്പോഴാണ് ജനത്തിന് മനസ്സിലാകുന്നത്, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരുമെന്ന് യെശയ്യാവ് ഉപയോഗിച്ച ശൈലി വെറുതെയല്ല. അത് അനുഭവിക്കുന്ന ജനതയോടാണ് യെശയ്യാവ് മെസ്സേജ് കൈമാറ്റം ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? സ്തോത്രം. കണ്ടോ? അപ്പോൾ ഈ റിബന്റെ നാടിയുടെ നിറം മാറുന്ന കാണുമ്പോഴാണ് ജനത്തിന് ബോധ്യമാകുന്നത്, യെസ്, എന്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നു എന്നുള്ള വിശ്വാസം. അവിടെ തീരുന്നില്ല. അങ്ങനെ ഒരാടെ കഴിഞ്ഞ അടുത്ത ആളുടെ അടുക്കിലേക്ക്, അവിടുന്ന് അടുത്ത ആൾ, അങ്ങനെ 12 പേരാ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞ 12000 മുഴം അപ്പുറത്തായിട്ടാണ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ആടിനെ കൈമാറ്റം ചെയ്ത് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ആളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. ആ ആടിനെ ഏറ്റുവാങ്ങിയിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി മരുഭൂമിയിലെ കടുതൂക്കിലേക്ക് ചെന്നതിനെ താഴേക്ക് തള്ളിയിടും. ആട് ചിന്നിച്ചിതറി ചിന്ന ഭിന്നമായി തീരും. ആട് താഴേക്ക് വീണ് ചിന്ന ഭിന്നമായി എന്ന് ഉറപ്പ് വന്നു കഴിയുമ്പോൾ 12ാമത്തെ ആൾ വിളിച്ചതൊരു വാക്കുണ്ട്, ഖൽ ആഹ്. കണ്ടോ? ഖൽ ആഹ്, അർത്ഥം നിവൃത്തിയായി. നിവൃത്തിയായി. 12ാമത്തെ അത് വിളിച്ചു പറയുന്നത് 11ാമൻ കേട്ടിട്ട് അവനും വിളിച്ചു പറയും, ഖൽ ആഹ്. 1000 മുഴ അപ്പുറത്ത് അടുത്ത ആൾ നിൽപ്പുണ്ട്, 10ാമത്തെ വന്നിട്ടുണ്ട്. അവനും കേൾക്കും. അവനും കേട്ട് വിളിച്ചു പറയും, ഖൽ ആഹ്, നിവൃത്തിയായി. അങ്ങനെ ആളുകൾ മാറി മാറി ഒടുവിൽ പുരോഹിതന്റെ അടുക്കൽ ഈ ശബ്ദം കേൾക്കും, എല്ലാം നിവൃത്തിയായി എന്ന് കാണുമ്പോൾ പുരോഹിതൻ ചെയ്തൊരു കാര്യമുണ്ട്. ദൈവത്തിന് വേണ്ടി വേദനിച്ച ആടിനെ അറുക്കും. എന്നിട്ട്
അതിന്റെ രക്തം ഒരു പാത്രത്തിൽ എടുക്കും. എന്നിട്ട് ആ രക്തവുമായി ജനത്തിന്റെ നടുവിലൂടെ പുരോഹിതൻ വരികയാണ്. ജനമെല്ലാം നോക്കി നിൽക്കുകയല്ലേ. ഈ രക്തം, ആറ്റവും രക്തവും തുള്ളി പോലും വെളിയിൽ കളയാതെ ശേഖരിച്ച് ആ രക്തവുമായി പുരോഹിതൻ ജനത്തിന്റെ നടുവിലൂടെ വന്ന് പ്രാകാരത്തിലൂടെ പ്രവേശിച്ച് അതിശയത്തേക്ക് പോകണം. ഈ ജനത്തിന്റെ നടുവിലൂടെ വരുമ്പോൾ പുരോഹിതൻ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്: ആരും എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും കൃപാസനത്തിൽ പോയിട്ടില്ല. ഈ വാചകം ഒന്നും വിട്ടുകളയരുത്. ആരും എന്നെ തുടരുത്, ഞാൻ കൃപാസനത്തിൽ പോയിട്ടില്ല. പുരോഹിതൻ പറഞ്ഞുകൊണ്ടാ വരുന്നത്. ഇങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്തോത്രം. കേൾക്കണം, കേട്ടിട്ടുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ സമയം ഒരു വലിയ പ്രശ്നം, ഒരു കൺട്രോൾ ഇല്ലാതെ പോകുന്നു. ഇന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ഭയം എന്റെ മനസ്സിലുണ്ട്. ഞാൻ നോക്കാം മാക്സിമം. അപ്പോൾ ഈ രക്തവുമായി മഹാപുരോഹിതൻ ജനത്തിന് നടുവിലൂടെ വരുമ്പോൾ ജനമെല്ലാം ഭവ്യതയോടെ നിൽക്കുക. ആർക്കും കയറി തൊടാനൊക്കെ. തൊട്ട സംഗതി കുഴഞ്ഞു. അതുകൊണ്ടാണ് സ്വയം വിളിച്ചു പറഞ്ഞത്: ആരും എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും കൃപാസനത്തിലേക്ക് പോയിട്ടില്ല എന്ന് വിളിച്ചു. ആ രക്തവുമായി വന്നിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് കയറി മഹാപുരോഹിതൻ അന്ന് താൻ ധരിക്കുന്ന വസ്ത്രം, നിലയങ്കി, നീളക്കുപ്പായം, ഏഫോദ്, മാർപ്പതക്കം, നെറ്റിമേൽ എഴുത്ത്, ചുമൽക്കണ്ടങ്ങൾ, കണ്ടോ, 12 വിധ രക്തങ്ങൾ പതിപ്പിച്ച മാർപ്പതക്കം, ഒരു കൈയിൽ ആട്ടുകൊറ്റ രക്തവും മറുകൈയിൽ ധൂപകലശവുമായി പുരോഹിതൻ രംഗപ്രവേശം ചെയ്യുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഈ രക്തവുമായിട്ട് വന്നിട്ട് ഈ വസ്ത്രമൊക്കെ ധരിച്ച് വിശുദ്ധ മന്ദിരവും കടന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കും. അത് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അങ്ങനെ പ്രവേശിക്കുമ്പോൾ പുരോഹിതന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പുരോഹിതൻ അന്ന് മരിച്ചു വീഴോടെ. ഇതിന് യോം ഹക്കിപ്പൂർ എന്ന് പറയും. അപ്പോൾ പുരോഹിതന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ മരിച്ചു വീഴും എന്നുള്ള അപകടം അറിയാവുന്നതിനാൽ അത് തലേ ദിവസം രാത്രിയിൽ മഹാപുരോഹിതൻ ഉറങ്ങാൻ മറ്റു പുരോഹിതന്മാർ സമ്മതിക്കുകയല്ല. അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയും ന്യായപ്രമാണം ഉറക്ക വായിക്കുകയൊക്കെ ചെയ്ത് മഹാപുരോഹിതൻ ഒരു ശകലം പോലും ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കും. സ്തോത്രം. കാരണം അല്പമൊന്നും മയങ്ങിപ്പോയി, ഒന്നും മയങ്ങി ആ മയക്കത്തിൽ ഒരു സ്വപ്നം കണ്ടത് തന്റെ ജീവിത വിശുദ്ധിയെ സ്പർശിക്കുന്നതാണെന്ന് വരികിൽ ആ പുരോഹിതൻ കൃപാസനത്തിലേക്ക് ചെന്നാൽ അവൻ അവിടെ തീരും. വല്ലതും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ശരീരം കൊണ്ട് ചെയ്ത കാര്യമല്ല പറഞ്ഞു. ഒന്ന് മയങ്ങിക്കിടപ്പോൾ കണ്ട സ്വപ്നത്തിലെങ്കിലും പാപത്തിന്റെ ഒരു ലാഞ്ചന ഉണ്ടെങ്കിൽ പുരോഹിതൻ ആദ്യ സ്ഥലത്ത് ചെല്ലുമ്പോൾ അന്ന് അവിടെ തീരും. മഹാപുരുഷൻ അങ്ങനെ മരിച്ചു വീണാൽ ആർക്കും ചെന്ന് എടുക്കാൻ ഒക്കുകയല്ല. ഒരൊറ്റ കുഞ്ഞിനെ അവിടെ കയറി ചെല്ലാൻ ഒക്കത്തില്ല. അതിനാണ് പുരോഹിതന്റെ അരയിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു വട്ടക്കെട്ടും കൊണ്ട് താഴോട്ട് ഇട്ടിരിക്കുന്നത്. ഞാൻ താഴെ പോവാണെങ്കിൽ വലിച്ചോണമെന്ന് അർത്ഥം. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. അങ്ങനെ മറിഞ്ഞിരിക്കുന്നവർക്ക് വെളിപ്പെടട്ടെ. സ്തോത്രം. അപ്പോൾ ഒരു കാരണവശാലും പുരോഹിതന്റെ ജീവിതത്തിൽ ചെറിയൊരു പാപത്തിന്റെ ലാഞ്ചനയെങ്കിലും ഉണ്ടായാൽ അവൻ മരിച്ചു വീഴുമെന്നുള്ളത് കൊണ്ട് തലേ ദിവസം രാത്രി മഹാപുരോഹിതൻ ഉറങ്ങാൻ മറ്റു പുരോഹിതന്മാർ സമ്മതിക്കത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവരിങ്ങനെ
ചില കാര്യങ്ങൾ പറയുകയും ന്യായപ്രമാണം ഉറക്ക വായിക്കുകയും ചെയ്ത് ഒരു ശകലം പോലും മഹാപുരം ഉറങ്ങാതിരിക്കാനായിട്ട് നോക്കുക. അതിന്റെ കാരണം ഇതാ, ഞാൻ ഒന്നും മയങ്ങിപ്പോയി ആ മയക്കത്തിൽ ഒരു സ്വപ്നം കണ്ട് അതൊരു പാപത്തിന്റെ അംശം അതിനകത്തുണ്ടെങ്കിൽ അത് മതി അവൻ വീഴാൻ. എന്ന് പറഞ്ഞാൽ കണ്ട സ്വപ്നത്തിനകത്ത് പോലും പാപത്തിന്റെയോ മ്ലേച്ഛതയുടെ അംശം ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിന്റെ അന്ത്യം വരാൻ അത് മതിയെന്ന്. സ്തോത്രം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഉടായ്പ വെച്ച് നോക്കിയാൽ നമ്മളെ രണ്ടുകാലം നിർത്താനുള്ള യാതൊരു സാധ്യം കാണുന്നില്ല. ഇറച്ചിക്കടയിൽ ഇറച്ചി തൂക്കിയിട്ടിരിക്കുന്ന പോലെ നമ്മളെ തലകീഴായി തൂക്കിടാനേ സമയം കാണുള്ളൂ. അത്രയ്ക്ക് ഐറ്റംസ് നമ്മുടെ കയ്യിലിരിക്കുന്നു. നമ്മളൊരു രക്തജയം ഗ്ലോറി വിക്ടറി പറഞ്ഞങ്ങ് പോവല്ലേ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞു? സ്തോത്രം. അത്ര ജീവിതം കാത്തു സൂക്ഷിച്ച് വേണം പിറ്റേ ദിവസം പുരോഹിതൻ ശുശ്രൂഷ ചെയ്യാൻ. പുരോഹിതൻ അതിവിസ്ഥലേക്ക് പ്രവേശിച്ചതിന് ശേഷം കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് 7 പ്രാവശ്യം കൃപാസനത്തിൽ ഈ രക്തം തളിക്കും. അന്നേരം ജനമെല്ലാം ഇങ്ങനെ വെളിയിൽ വാതുക്കൽ പ്രാകാരത്തിന്റെ അവിടെ ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻസ്, അക്ഷരികമായി ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കാതെ വളരെ സൈലന്റ് ആയിട്ട് കാതോത്ത് നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഏഫോദിന്റെ വിളിമ്പിൽ, പുരോഹിതന്റെ കുപ്പായമായ ഏഫോദിന്റെ വിളിമ്പിൽ പൊന്മണിയും മാതളപ്പഴവും ഇടകലത്തി പിടിപ്പിച്ചിരിക്കുക. എന്തൊക്കെയാ? പൊന്മണിയും മാതളപ്പഴവും. അപ്പോൾ ഈ പൊന്മണിയും മാതളപ്പഴവും തമ്മിൽ ഇങ്ങനെ കൂട്ടി ഉരസുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കാം. പൊന്മണിയും മാതളപ്പഴം നെയ്തെടുത്തതാണ് കേട്ടോ, അല്ല നിങ്ങൾ ധരിക്കും പോലെ മാതളപ്പഴം മാതനാരങ്ങ കൊണ്ട് അതേപടി പിടിപ്പിച്ചിരിക്കുകയല്ല, നെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് തമ്മിൽ കൂട്ടി ഉരസുന്ന ഒരു നേരിയ ശബ്ദം. ആ ശബ്ദം കേൾക്കുമ്പോൾ പ്രാകാരത്തിക്കും ജനമെല്ലാം വിളിച്ചു പറയും, ആമേൻ ആമേൻ, ഞങ്ങളുടെ മഹാപുരോഹിതൻ ജീവിച്ചിരിക്കുന്നു. സ്തോത്രം. കണ്ടോ? ജനം ഇങ്ങനെ ഇരിക്കുക, പോകത്തില്ല. കാരണം അങ്ങോട്ട് ഒരു കയ്യിൽ രക്തവും മറുകയിൽ ധൂപകലശവുമായി ആദിവസ്ഥലേക്ക് കയറിപ്പോയ പുരോഹിതൻ തിരിച്ചു വരുന്നത് കണ്ടിട്ടേ പോവുള്ളൂ. തിരിച്ചു വരുമ്പോൾ ജനമെല്ലാം ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുക. കാരണം അങ്ങോട്ട് പോയ പുരോഹിതനെ അല്ല തിരിച്ചു വരുമ്പോൾ കണ്ടത്. പ്രാകാരത്തിന് വെളിയിൽ വെച്ച് ആട്ടുകൊറ്റിനെ അറുത്തത് രക്തമായിട്ട് പോകുമ്പോൾ ഈ പറയപ്പെട്ട വസ്ത്രം ധരിച്ചില്ല, ഒരു നീളക്കുപ്പായി മാത്രം ഉണ്ടായിരുന്നു. എന്നാൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ വസ്ത്രവും ധരിക്കും. നിലയങ്കി, നീളക്കുപ്പായം, ഏഫോദ്, മാർപ്പതക്കം. കണ്ടോ? ഉറീമും തുമ്മീമും അതിനകത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് പോരാ, ചുമൽ കണ്ടങ്ങൾ, നെറ്റിമേൽ എഴുത്ത്, വിശുദ്ധ മുടി, ഇത്ര സംഗതി ധരിച്ചുകൊണ്ടാണ് ആട്ടുകൊണ്ട രക്തം കൃപാസനത്തിൽ തളിച്ചിട്ട് പുരോഹിതൻ മടങ്ങി വരുന്നത്. മടങ്ങി വരുമ്പോൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട പുരോഹിതനല്ല ജനം മടങ്ങി വന്നപ്പോൾ കാണുന്നത്. അങ്ങോട്ട് പോയപ്പോൾ കണ്ടത് പ്രാകാരത്തിൽ ആടിനെ അറുക്കാൻ കളഞ്ഞ് തെറി പിടിച്ചതും വെപ്രാളപ്പെട്ടതും ചോര തെറിച്ചതും യാഗപീഠത്തിന്റെ അരികെ വെച്ചാലുള്ള കരിയൊക്കെ പറ്റിയ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് കയറിപ്പോണ പുരോഹിതനാണ് കണ്ടതെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആ നിലയിലല്ല പുരോഹിതനെ കാണുന്നത്. പ്രതാപത്തിന്റെ വസ്ത്രം ധരിച്ച് മടങ്ങി വരുന്ന പുരോഹിതൻ. ഇവിടുന്ന് കയറിപ്പോയ പുരോഹിതനെയല്ല തിരിച്ചു വരുമ്പോൾ കാണുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. കണ്ടോ? പുരോഹിതൻ മടങ്ങി വന്നിട്ട് അന്നേരം മാത്രമാണ് മഹാപുരോഹിതൻ ഇരിക്കുന്നത്. അതുവരെ ഇരിക്കുകയില്ല. മനസ്സിലായോ? പുരോഹിതൻ ഇരിക്കത്തില്ല. എന്നാൽ മടങ്ങി വന്നു കഴിയുമ്പോൾ പുരോഹിതൻ ഇരിക്കും. ഇരുന്നാൽ അതിന്റെ അർത്ഥം ശുശ്രൂഷ ഫിനിഷായെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഒരു ദൗത്യം പൂർത്തീകരിച്ചു എന്നുള്ള തെളിവായിട്ടാണ് മഹാപുരോഹിതൻ ഇരിക്കുന്നത്. ജനത്തെ പുരോഹിതൻ 2 കൈ ഉയർത്തി അനുഗ്രഹിച്ച് ആസ്വദിക്കും. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങളുടെ കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് സമാധാനം അരുളുമാറാകട്ടെ. ഈ ആശീർവാദ ശൈലി ഏറ്റുകൊണ്ട് ജനം പോകും.
സ്തോത്രം. ഇത്രയും കേട്ടതിനകത്ത് നിങ്ങൾക്ക് എന്ത് പിടി കിട്ടി അതിന്റെ പൊരുള്? ഒന്ന് ആലോചിച്ച്. നിങ്ങളൊന്ന് ആലോചിക്കുന്ന ആ സമയം എനിക്ക് ശരം വെള്ളം കുടിക്കുമല്ലോ അതിനാ. സ്തോത്രം. കാര്യങ്ങൾ വ്യക്തമാവുന്നുണ്ട്. നിങ്ങൾ എന്നെ വെള്ളം കുടിപ്പിച്ചിട്ടല്ല, ഞാൻ വെള്ളം കുടിക്കുക. ചിലർ നോട്ടം കണ്ട വെള്ളം കുടിപ്പിക്കാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നി. എന്നാലും ശരി, ഞാൻ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടോ? പകലത്തെ ക്ലാസ്സും ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തൊണ്ട ചെറുതായിട്ടൊന്ന് ഇതായി. എന്നൊക്കെ കേട്ടപ്പോൾ മനസ്സിലാക്കി കാണും അല്ലേ? എല്ലാ ദിവസവും ഉള്ള ഒരു ക്ലാരിറ്റി സുഖം കിട്ടാതെ വന്നിട്ട് ഇതെന്തോ പറ്റിയെന്ന്. അത് കഴിഞ്ഞിട്ട് വെയിൽ കൊണ്ടുള്ള തിരിച്ചുള്ള യാത്ര എല്ലാം കൂടെ ആയപ്പോൾ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രയാസം. നോ പ്രോബ്ലം, നമുക്ക് മടങ്ങി വരാം. ഈ സംഭവത്തിന്റെ പൊരുളാണ് എബ്രായ ലേഖനം 9:11 പൗലോസ് തിരിച്ചു തരുന്നത്. 9:13 വായിച്ചേ. എനിക്ക് വാക്യം അറിയാം, ക്ലാസ് ഇരിക്കാൻ നിങ്ങളെ അതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടുപ്പിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ്. 9:11 വായിച്ചേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയില്ലാത്തതായ എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടുത്താതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെ വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എങ്ങനെ? പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും കാളയുടെയും രക്തം കൊണ്ടല്ല, തന്നെത്താൻ ഒരിക്കലായി അർപ്പിച്ച തന്റെ സ്വന്തം രക്തത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അപ്പോൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ നടന്ന സംഭവത്തിന്റെ പൊരുൾ എന്താണെന്നാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. നോക്കാം ഇന്ന് ഇതിനകത്ത് ഒതുക്കാൻ. എപ്പോഴാണ് ഇതിന്റെ പൊരുളായ സ്വയം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള യാഗം നടന്നത്? സ്വയം ഏൽപ്പിച്ചു കൊടുത്തുള്ള യാഗം എപ്പോഴാണ് നടന്നത്? നിങ്ങൾ എന്റെ കൂടെ വരണേ. ഞാൻ മെല്ലെ പെസഹയിലൂടെ കർത്താവിന്റെ തിരുമേശയിലൂടെ വന്ന് ക്രൂശീകരണത്തിൽ നിർത്തി ഇന്നത്തെ ക്ലാസ് എല്ലാം സമയം കാണുമെന്ന് അറിയത്തില്ലേ. പറ്റിയില്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ ബാക്കി പറയാം. പക്ഷെ ഇതൊന്ന് പറഞ്ഞേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മള് എല്ലാവരും കർത്തൃമേശയൊക്കെ കൂടുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇതിന്റെ പൊരുളറിഞ്ഞും അതിന്റെ ഡെപ്ത് എന്തുമാത്രം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അല്ല പലരും ചെയ്യുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്നു. നോക്കണം. കർത്താവിന്റെ ശിഷ്യന്മാര് കർത്താവോട് ചോദിച്ചു, ഗുരു, നമ്മൾ എവിടെയാണ് പെസഹ ആചരിക്കുന്നത്? ഉടനെ കർത്താവ് നിങ്ങൾ എതിരുള്ള ഗ്രാമത്തിൽ ചെല്ലിന്, അവിടെ ഒരാളുണ്ട് വെള്ളം കോരിക്കൊണ്ട് വരുന്നതാണ്. അവനോട് ചോദിക്കണം, ഞങ്ങൾക്ക് പെസഹ കഴിക്കാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു. ആര് ചോദിക്കുന്ന? ഗുരു ചോദിക്കുന്നു. ഗുരുവിന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയുള്ള ആളിനെയാണ് ഗുരുവായി, ഒറിജിനൽ റാബായി ആയിട്ട് കാണുന്നത്? പറഞ്ഞ ഇംഗ്ലീഷിലൊക്കെ മറന്നുപോയി. സ്മിഖ ഉള്ള റാബായിമാരെയാണ് യഥാർത്ഥത്തിൽ ഗുരു എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ അകത്ത് ഏറ്റക്കുറച്ചിൽ കണ്ട് അത് തിരുത്താനും ആഡ് ചെയ്യാനും ഒക്കെ അറിവും പ്രാഗൽഭ്യവും ദൈവത്തിന് നിയോഗമുള്ള റാബായിമാർ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഗുരു ചോദിക്കുന്നു പറഞ്ഞപ്പോൾ കേട്ട ആളിനെ പിടി കിട്ടിയത് ഏത് ഗുരുവിനെ ഉദ്ദേശിച്ച? അതിന്റെ കാരണം ശ്രദ്ധിക്കണം. ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് യോഹന്നാൻ എന്ന മർക്കോസ് അദ്ദേഹവുമായിട്ട് വലിയ അടുത്ത ബന്ധമുണ്ടായിരുന്നു. യെരുശലേമിലെ പല ഉന്നതന്മാരുമായിട്ട് കർത്താവിന് വലിയ ഭയങ്കര ബന്ധം. ഈ നിക്കോദിമോസുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറയാണോ? പുള്ളി മിനിസ്റ്റർ അല്ല അവിടെ. പക്ഷെ കർത്താവിന് ഗുണമുണ്ട്, ഒറ്റ കുഞ്ഞുങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്ക് യോഹന്നാനുമായിട്ട് ഭയങ്കര കണക്ഷനാണ്.
നിക്കോദീമോസ് നമ്മുടെ അടുത്ത ആളാണെന്നും കർത്താവ് ഒരു മനുഷ്യനോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്കറിയാൻ മേലെ ഈ ഉപദേശിമാരുടെ ഇടയിലും ഉണ്ട് കർത്താവിന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ ഗബേല. ഞാനും ഞങ്ങളുടെ വാർഡ് മെമ്പർ കവലയിൽ വെച്ച് കണ്ടപ്പോൾ ഉടനെ ഒരു സെൽഫി കണ്ടോ. ഞാനും വാർഡ് മെമ്പറും കവലയിൽ വെച്ച് കണ്ടപ്പോൾ പഴംപൊരി കഴിക്കാൻ നിൽക്കുന്നതിൽ കണ്ടോ ഒരു സായാഹ്ന ക്ലിക്ക്. സ്വോത്രം. നമുക്കിതെല്ലാം ഫോട്ടോ എടുക്കണം, എല്ലാം എന്താ പറയാ ഒന്ന് അപ്ലോഡ് ചെയ്ത് 3 ലൈക്കും കിട്ടിയാലേ നമുക്കൊരു സമാധാനമുണ്ട്. 5 പേരെ ഏതായാലും ലൈക്ക് ചെയ്യത്തില്ല, 3 കിട്ടും, അത്രേ ഉള്ളൂ. അങ്ങനൊന്നും കർത്താവിനില്ലായിരുന്നു. സ്തോത്രം. വലിയ പല ഉന്നതന്മാരുമായിട്ട് കർത്താവിന്റെ കണക്ഷൻസ് ഉണ്ടെന്ന് പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ കർത്താവ് ഈ യോഹന്നാൻ ധനാഢ്യനായ യെരുശലേമിൽ സ്വന്തമായി വീടുള്ള മനുഷ്യനാണ്. യെരുശലേമിൽ യെരുശലേം പട്ടണത്തിൽ ഒരാൾക്ക് സ്വന്തമായി വീടുണ്ടാകുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പൊ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും വിദേശ രാജ്യത്തിൽ നിന്ന് പങ്കെടുക്കുന്നവരുണ്ട്. റാസൽ കൈമ എന്നുള്ളവരുണ്ട്, ദുബായ് എന്നുള്ളവരുണ്ട്, ബഹ്ർ എന്നുള്ളവരൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കേണ്ട പെട്ടെന്നൊരു കാര്യം പറയാം. ദുബായിൽ ബുർജ് ഖലീഫയുടെ അവിടെ നിങ്ങൾക്കൊരു വീടുണ്ടെന്ന് പറയാൻ ചെറിയ കാര്യമാണ്. സ്വന്തമായിട്ടൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാ ചെറിയ കാര്യം വല്ലതാണോ അത്? അല്ലേ? ദുബായിൽ തന്നെ അതെ ബുർജ് ഖലീഫയുടെ അവിടെ സ്വന്തമായിട്ടൊരു വീടുണ്ട്, റൂമുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര അഭിമാനം, എത്ര ശ്രേഷ്ഠം അല്ലേ? അതുപോലെയാണ് യെരുശലേം സ്വന്തമായിട്ടൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ പറ്റുകയല്ല. അത്ര കെൽപ്പുള്ളവന് മാത്രമേ യെരുശലേം നഗരത്തിൽ സ്വന്തമായിട്ട് വീടുണ്ടാക്കാണ്ട് പറ്റുകയുള്ളൂ. മാത്രമല്ല അവന്റെ വീട്ടിലെ സെർവൻസ് ഉള്ളൂ, മറ്റു വീടുകളൊന്നുമില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരുത്തൻ വെള്ളം കോരിക്കൊണ്ട് വരുന്നത് കാണാം, ദാസന്മാര്. അത് ആ വീട്ടില്ല, കാരണം അവിടെ മാത്രമേ ഇതേ ഉള്ളൂ. ഇപ്പൊ ക്ലിക്കായോ? ഇല്ല, കുടം കണ്ടപ്പോഴത്തേന് ഇത് ഏത് വീട്ടിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ പുറകെ പോയതല്ല. അത് അവന്റെ വീട്ടിൽ ഈ സെർവൻസ് ഉള്ളൂ. അതുകൊണ്ടാ കർത്താവിനറിയാം അവിടെ റോഡിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്ന ഒരുത്തനെ കണ്ട നിങ്ങൾ ആ കൂട്ടം കയറി ചെന്നാൽ മതി. വീടൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതാ, അല്ല അതിന് വേറെ വ്യാഖ്യാനത്തൊന്നും പോകണ്ട. അവിടെ ചെന്ന് ചോദിക്കണം ഞങ്ങൾക്ക് പെസഹാജിലുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു പറഞ്ഞാൽ മതി. ക്ലിയർ ആയല്ലോ? അങ്ങനെ അവർ ചെന്നു ചോദിച്ചു. ഗുരു ചോദിക്കുന്നു ഞങ്ങൾക്ക് പെസഹാജിലുള്ള സ്ഥലം എവിടെയാണ്. അതിന്റെ കാരണമുണ്ട്. ഈ പെസഹ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, ഒരല്പം ചെലവുള്ള ഇടപാടാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് ശിഷ്യന്മാരെ പെസഹ ആചരിച്ച് എങ്ങനെയാണെന്ന് ഞാനിപ്പോ പറഞ്ഞു വരുന്നത്. അപ്പൊ അല്പം ചെലവ് കൂടുതലാ, പക്ഷെ മുടക്കാതെ കൊണ്ട് ഒക്കത്തില്ല. കാരണം പെസഹയ്ക്ക് മേശമേൽ നിരത്തേണ്ടത് 6 കൂട്ടം സാധനങ്ങളാണ്. 6 കൂട്ടം സാധനം. വൈകുന്നേരം 6 മണിക്ക് തുടങ്ങുന്ന ശുശ്രൂഷ വെളുപ്പിന് 3 മണിയാകുമ്പോൾ അവസാനിക്കും. ആ സാധനമാണ് നമ്മൾ 10 മിനിറ്റ് കൊണ്ട് നടത്തി. സമയമില്ലാത്തതുകൊണ്ട് കൊന്തിലേറ്റിലെ ഭാഗങ്ങൾ വായിക്കുന്നില്ല, അല്ലെങ്കിൽ വേറൊരു ഭാഗം മാത്രം വായിച്ച് വേഗം അപ്പം നുറുക്കി വീഞ്ഞു കുടിച്ച് കഴിഞ്ഞു. കാര്യങ്ങൾക്ക് സ്വോത്രം ചെയ്ത് രക്തം ചെയ്യാൻ ഗ്ലോറി വിട്ടു പോവുക. കാരണം നമുക്ക് എന്തെല്ലാം പരിപാടികളെന്നറിയോ? അങ്ങനൊന്നും ചെയ്യേണ്ട ശുശ്രൂഷ അല്ലിത്. പ്ലീസ് ഡോണ്ട് പ്ലേ വിത്ത് ഇറ്റ്. ദയവായി ഇതുമായിട്ട് കൂട്ടം കളിക്കാൻ പോകരുത്. ഞാൻ എന്റെ സീരിയസ്നെസ് പറഞ്ഞുതരാം, അപ്പൊ നിൽക്കുന്നത് മനസ്സിലായി. അവിടെ ചെന്നു വിരിച്ചൊരുക്കിയ വൻമാളിക. ഈ മാളിക കണ്ടപ്പോഴേ ശിഷ്യന്മാരുടെ കട്ടളകി, മുഴുവൻ കൺട്രോളും പോയി. അതെന്താ കാര്യം? കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജോലി എന്തായിരുന്നു? എന്തായിരുന്നു കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജോലി? മീൻപിടുത്തം, മുക്കുവന്മാര്. ഈ മുക്കുവന്മാരുടെ വീട് കണ്ടിട്ടുണ്ടോ? 25,000 സ്ക്വയർ ഫീറ്റിൽ 3 നില വീടല്ലേ? അങ്ങനല്ലേ? അല്ല, ഒരു കൊച്ചു കുടില അല്ലേ? ഈ ശിഷ്യന്മാര് ബഹുഭൂരിപക്ഷം എന്ത് ചെയ്യുന്നവരാ? മുക്കുവന്മാരാ. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന എവിടാന്നറിയോ? വിരിച്ചൊരുക്കിയ വൻമാളിക. സ്വോത്രം. കർത്താവ് ശിഷ്യന്മാരുടെ ജോലി എന്താണ്? മുക്കുവന്മാരാ.
കുടിലിൽ താമസിക്കുന്നവര്. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന എവിടാ? വിരിച്ചൊരുക്കിയ വൻമാളികയിൽ. എന്തുകൊണ്ടാ വിരിച്ചൊരുക്കിയ വൻമാളിൽ ഇരിക്കാൻ അവസരം കിട്ടിയത്? പറ. വിരിച്ചൊരുക്കിയ വൻമാളിൽ ഇരിക്കാൻ കാരണം? ആരും മിണ്ടുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ടൊക്കെ പറയുന്നേ. അറബിയിലൊക്കെ അങ്ങനെ പറഞ്ഞ് എനിക്ക് ഒന്നും മനസ്സിലാകുകയില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് മലയാളത്തിൽ പറയണം. ഈ വിരിച്ചൊരുക്കിയ വൻമാളികയിൽ ഇരിക്കാൻ കാര്യം എന്താന്ന് ചോദിച്ചേ? എങ്ങനെ ഈ ചാൻസ് കിട്ടിയേ? കർത്താവുമായിട്ടുള്ള അടുപ്പം. ആ കൂടെ ഒരുത്തനുണ്ട്, അതുകൊണ്ട് കിട്ടിയതാ. സ്തോത്രം. അല്ലെങ്കിൽ തന്നെ വിചാരിച്ചെന്നെ അവിടെ ഇരിച്ചു വരുന്നോ? ഇല്ല. പിന്നെ ആര് കൂടെ ഉണ്ട്? ആ വീടുമായിട്ട് കണക്ഷനും ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരുത്തം കൂടെ ഉള്ളത് കൊണ്ടാ ബാക്കി 12 കയറി ഇരിക്കാനൊത്ത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ, ഒരു നല്ല ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു മാന്യമായ പദവി ലഭിക്കുന്നുണ്ടെങ്കിൽ, മാന്യമായ ശിശുരുടെ അവസരങ്ങൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ ഗുണം കൊണ്ടല്ല, നമ്മുടെ കൂടെയുള്ളവന്റെ ഗെറ്റപ്പ് കൊണ്ട് കിട്ടുന്നതാ. സ്തോത്രം. മറക്കരുത്. ശ്രേഷ്ഠത നമുക്കല്ല, നമ്മൾ ആരുടെ കൂടാണോ നിൽക്കുന്നത് അവന്റെ ശ്രേഷ്ഠതയാണ് നമുക്ക് ഉള്ളത്. സ്തോത്രം. ഇവർ ഈ വിരിച്ചൊരുക്ക വൻമാളിക്കകത്ത് കയറിപ്പോ ഇങ്ങനെ നോക്കുകയാണ്. പെസക്കാണ് ഇരിക്കുന്നെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കട്ടെ, എന്തോ വീടാണ് നമ്പൂ. അയ്യോ. കർത്താവ് അത് മനസ്സിലായിട്ട് 14-ാം അധ്യായത്തിൽ 1-ാം വാക്യം യോഹന്നാൻ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോവുമല്ലേ. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വിളിച്ചെടുപ്പിനെ വീണ്ടും മടങ്ങും നിങ്ങളെ ഞാൻ എന്റെ അടുക്ക് ചേർത്തുകൊള്ളും. കണ്ടോ? ഹൃദയം കലങ്ങേന്റെ വേറെ കാര്യം ഉണ്ടെങ്കിലും കലങ്ങേന്റെ ഒരു കാരണം ഇതാ. ഈ വീട് കണ്ടപ്പോ ഇങ്ങനെ അന്തം വിട്ടിരിക്കുക. ഞാൻ നിങ്ങളോട് സ്ട്രൈറ്റ് ആയിട്ട് പറയട്ടെ, അർഹതയില്ലാത്ത പലയിടത്തും കയറി ചെല്ലാൻ നമുക്ക് അവസരം ലഭിച്ചത് തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമല്ലേ. യെസ്, അത് മറക്കരുത് പ്രിയരെ. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ കരുണയും അവന്റെ പദവിയുമാണ് നമ്മുടെ പദവി. സ്തോത്രം. അതിനപ്പുറത്തായി നമുക്കൊന്നുമില്ല. അത് മറന്നു പോകരുത്. ഇവരിങ്ങനെ ഇരുന്നതെല്ലാം നോക്കി കർത്താവ് മനസ്സിലാക്കി തിരുത്തി. അതിനുശേഷം കണ്ടോ, എനിക്കറിയില്ല എങ്ങും എത്തിയത്. പെസഹ നടത്തുന്ന വിധം കൂടെ ഞാൻ പറയാം. അതെങ്ങനെ ചോദിച്ചാൽ, എല്ലാ വീട്ടിലും പെസഹ ആകുമ്പോൾ വീട് അടിച്ച് വാരി വൃത്തിയാക്കി കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് വിശുദ്ധീകരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അന്ന് പഴയ തുണികള്, ഉപയോഗശൂന്യമായ പാത്രങ്ങളെ എല്ലാം കൊണ്ട് കളയണം. നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ചെല്ല് കണ്ടിട്ടില്ലേ, ഒന്നിനും ഉപയോഗിക്കത്തില്ലെങ്കിലും കളയല്ല, എല്ലാം കൂട്ടി വെച്ചേക്കുക. മനസ്സിലാകുന്നുണ്ടോ? പണ്ടൊരമ്മച്ചി കാണിച്ചറിയത്തില്ലേ, മൺകലം എന്ത് ചെയ്താൽ കളയത്തില്ല. മൺകലം എന്ത് ചെയ്താൽ കളയത്തില്ല. അവര് ചെറിയ കിടച്ച് വീണതാ. അങ്ങനെയൊക്കെ ഒരു ദിവസം അമ്മച്ചി ഈ മൺകലായോണ്ട് ആവി തിങ്ങാതിരിക്കാണ്ടൊന്ന് ചായച്ചി വെക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ചായച്ചി വെച്ച ഈ മൺകലം അല്ല കമന്ന് കിടക്കുന്നു. അമ്മച്ചി എന്ന് ഇത് നിവർത്തപ്പത്തിന് അതിനകത്ത് നിർത്തിനാണ്ട് ഇങ്ങനെ പത്തിയെടുത്തോട് നീക്കും. അമ്മച്ചി ഇട്ടേ ചൂടി കലം വീണ്ടും കമന്ന് കിടന്നു, പാമ്പിന്റെ അകത്തുമായി. സ്തോത്രം. എന്ത് ചെയ്താൽ എങ്ങനെ എന്നെ തല്ലിക്കൊല്ലുന്നേ? അപ്പം പിള്ളേരെല്ലാം ഓടി വന്നു, വടിയൊക്കെ ആയിട്ട് വന്നു. അമ്മച്ചി ഞങ്ങൾ പാമ്പിനെ കൊല്ലാൻ പോവുക. ഉടനെ പിള്ളേർ ഒരു കാര്യം പറഞ്ഞു, പാമ്പിനെ ഞങ്ങൾ കൊല്ലാം, പക്ഷെ ഒരു കാര്യം, പാമ്പിനെ അടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം കലം അടിക്കുന്നു. അമ്മച്ചി പറഞ്ഞു നടക്കുകയല്ലോ, ഒരു കാരണവശാലും പറ്റിയിരുന്നു. അങ്ങനെ അമ്മച്ചി കലം തല്ലി പൊട്ടിക്കാതിരുന്ന പാമ്പിനെ കൊല്ലാനൊക്കത്തില്ല. ഉടനെ അമ്മച്ചി ഒരു ചോദ്യം ചോദിച്ചു, കലം എന്നാ ദോഷം ചെയ്തു മക്കളെ എന്ന്. ഈ പിള്ളേര് പറഞ്ഞു, അമ്മച്ചി കലം ദോഷം ചെയ്തിട്ടല്ല, കലത്തിനകത്തുള്ളവൻ ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്. എങ്ങനുണ്ട്? കലം ദോഷം ചെയ്തിട്ടല്ല, കലത്തിനകത്തിരിക്കുന്നവൻ ദോഷിയായതുകൊണ്ടാണ്.
ഞാൻ പറഞ്ഞത് പഴയതെല്ലാം കളയണം. ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഉപയോഗശൂന്യമായതും കൊള്ളുകയില്ലാത്ത പാത്രങ്ങള്, തുണികളെല്ലാം കളയണം. ഒന്നും പൊതിഞ്ഞു കൂട്ടി വെക്കരുത്. പെസഹ ആചരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യ എല്ലാ വീടും അടിച്ചു വാരി വൃത്തിയാക്കണം. നിർബന്ധമായും ചൂലെടുക്കണം. അത്യാവശ്യം അടിച്ചു വാരി പോകുമ്പോൾ കട്ടിലിന്റെ അടിയിലൊക്കെ ചുമ്മാ ഇങ്ങനെ മെഴുക്കി വിടാതെ കട്ടിലിന്റെ അടിയൊക്കെ ചൂല് ചെല്ലണം. നമ്മുടെ കാട്ടിലൊക്കെ വിരിച്ചൊരുക്കി കിട്ടിക്കുന്ന കണ്ടല്ലേ എന്നെ സ്റ്റൈലാന്നറിയാമോ? എന്റെ അടിഭാഗം നോക്കണം. സഹാറ മരുഭൂമി പോലെ കിടക്കുന്നത്. സ്വോത്രം. നമ്മുടെ ഗെറ്റപ്പും പരിപാടിയെ കണ്ടു കഴിഞ്ഞാൽ വഴി കണ്ടു നമ്മൾ എന്നെ ടോപ്പിലാണ് നിൽക്കുന്നത്. പിന്നെ വരുന്നവരാരും നമ്മുടെ ബെഡ്റൂമിൽ കയറാത്തോണ്ട് നമ്മളങ്ങ് രക്ഷപ്പെട്ട് നിൽക്കുക അല്ലേ? ചില വീട്ടിലൊക്കെ ചെന്ന് കയറി നമ്മൾ കാണത്തില്ലേ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന പോലെ വീടിനകമെല്ലാം കിടക്കുന്നു. അങ്ങനെയുള്ളടത്തൊന്നും പെസഹ ആചരിക്കാൻ നോക്കുകയല്ല. ഇപ്പൊ പെസഹ ആചരിക്കുന്നതിന് മുമ്പ് വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി, കഴുകേണ്ട മേഖലകളൊക്കെ കഴുകി, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കി, ഉപയോഗശൂന്യമായ പാത്രങ്ങളൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ്, വല്ലതും മനസ്സിലാകുന്നു. നിങ്ങൾ ഈ പഴംതുണിയുടെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കുറെ പഴംതുണി, വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അത് കളയുന്ന കാര്യം. നമ്മളിപ്പോ ഇന്ന് ഏത് സാരിയാ കളയേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ സാരി അതിനകത്ത് ഇരുന്നോട്ടെ, പഴയ കുറെ ഐറ്റം ഇരിപ്പില്ല, അതെടുത്ത് കളയണമെന്നാ ഞാനീ പറഞ്ഞത്. ദോഷം വരുത്തി വെക്കുന്ന ഉപയോഗശൂന്യമായ കുറെ പാത്രങ്ങളില്ലേ, അത് വാവാ സുരക്ഷ വന്നാലും പിന്നെ അതിനകത്ത് എടുക്കാൻ പറ്റാത്ത പോലെ നമ്മളെ കുരുക്കും. സ്വോത്രം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കടാ, നമ്മുടെ വീട്ടിലെ പഴയ തുണി ഇരിക്കുന്നു. ഷാജി പാസ് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഞാൻ ആ തുണിയുടെ കാര്യമല്ല. ആ തുണിയും കളയണമെന്ന് മാത്രമല്ല, നമുക്ക് ആവശ്യം അധികം ഉണ്ടെങ്കിൽ മറ്റവർക്ക് കൊടുക്കണം. അതും അത്യാവശ്യമാണ്, നിശ്ചയമായിട്ടും. ഞാൻ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എന്നുകൊണ്ടാ പറഞ്ഞത്. പണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ആഹാരമാണെങ്കിലും നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ അത് റോൾ ചെയ്തിരിക്കണം, അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതാണ് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്. അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഓടിച്ചിട്ട് തല്ലിക്കും. സ്വോത്രം. പിന്നെ നാളേക്ക് ഇവിടെ എല്ലാം കരുതണ്ടേ? ചുമ്മാ എല്ലാം കിട്ടുന്നല്ലേ എല്ലാവർക്കും ഭാര്യ കൊടുത്തേച്ച് മുന്നോട്ട് നോക്കുന്ന കാര്യം നടക്കുമോ? നാളത്തേക്ക് എല്ലാം വേണ്ടേ? നമുക്ക് ഈ പാടാനേ പറ്റുള്ളൂ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ടോ? അപ്പൊ ഒരു കുഴപ്പമില്ലെന്നൊക്കെയാ പാടുന്നത് അല്ലേ? ഭാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. നടത്തിടുന്നു ദൈവം എന്നെ, നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു. ആരിലും എൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലവൻ ഉണ്ടെനിക്ക്. ആകുലത്തിൽ എന്റെ വ്യാകുലത്തിൽ ആശ്വാസം അവൻ എനിക്ക് ഇടുന്നു. നടത്തിടുന്നു ദൈവം എന്നെ, നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. കണ്ടോ? ദൈവം നടത്തുവന്നേ. ആദ്യം ചെയ്യേണ്ട കാര്യം, പെസഹ ആചരിക്കുന്നതെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഓൾഡ് ഐറ്റംസ് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ്, ഇതൊന്നും കൊണ്ട് നടക്കാതെ. സ്തോത്രം. ഒരു കാരണവശാലും പഴയ ഐറ്റംസ് ഒന്നും കൈ കാണരുത്. സ്തോത്രം. പണ്ടൊരു ഫ്ലൈറ്റിൽ വെച്ച് ഈ സോക്സ് ഒക്കെ ഡെയിലി മാറ്റിയില്ലെങ്കിൽ എന്തൊരു സ്മെല്ലായിരിക്കും എന്നറിയും. അങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിനകത്ത് ആൾക്കാരിലേക്ക് കയറി നിന്നപ്പോഴത്തേക്കിനും ഒരാളുടെ കാലിന്റെ ചൂടുന്ന് ഭയങ്കര സ്മെല്ല്. എയർ ഹോസ്റ്റസ് വന്ന് കംപ്ലൈന്റ് കൊടുത്തപ്പം എയർ ഹോസ്റ്റസ് വന്ന് നോക്കിച്ച് പറഞ്ഞ് പ്ലീസ് ചേഞ്ച് യുവർ സോക്സ് എന്ന്. എന്താ ചോദിച്ചു, നിങ്ങളുടെ ഇതിന്റെ സ്മെല്ല് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങളത് മാറ്റി വേറെ ഉപയോഗിക്കാൻ പറഞ്ഞു. ഓക്കെ. ബാത്റൂമിൽ പോയി ആ സോക്സ് ഊരി വേറെ സോക്സ് ഇട്ടു. ഓക്കെ. വന്നിരുന്നിട്ടും ഭയങ്കര സ്മെല്ല്. ഞാൻ പുള്ളി കാലെടുത്ത് കാണിച്ചത് ഞാൻ ഇത് ചേഞ്ച് ചെയ്തല്ലോ, പിന്നെന്താ കുഴപ്പം, പുതിയ സോക്സ് ഇട്ടില്ലേ, പിന്നെന്താ കുഴപ്പം ചോദിച്ചു. അപ്പൊ എയർ ഹോസ്റ്റ് ചോദിച്ചു, അത് മാറ്റി സമ്മതിച്ചു, പക്ഷെ മാറ്റിയ സോക്സ് എന്തെങ്കിലും ചോദിച്ചു, അതിന്റെ പോക്കറ്റിലുണ്ടെന്ന്.
ഇതുപോലെ നമ്മുടെ ബലവും മാറ്റും. നോക്കിയല്ല അങ്ങനത്തെ നല്ല നീറ്റ് ആണെങ്കിൽ പുത്തൻ തന്നെ. പക്ഷെ ഓൾഡ് ഐറ്റംസോ അത് പോക്കറ്റിൽ കിടക്കുകയല്ലേ. പിന്നെ എങ്ങനെ ഈ നാറ്റം പോകും? എല്ലാം മനസ്സിലായോ? സ്വോത്രം. അപ്പോഴേ പെസഹ ആചരിക്കുന്നതിന് മുമ്പ് ഓൾഡ് ഐറ്റംസ് എല്ലാം എടുത്ത് മാറ്റി, പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് പോക്കറ്റിനകത്ത് ഇടാതെ അതെല്ലാം എടുത്ത് ദൂരക്കളയണം. സ്തോത്രം. മനസ്സിലല്ലേ? യോഗ്യമല്ലാത്ത നിലയിൽ എന്തെല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നോ അതെല്ലാം കളഞ്ഞെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കിയ ശേഷമാണ് പെസഹയ്ക്ക് വേണ്ടിയിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ടല്ലോ, 5 മിനിറ്റ് കൊണ്ട് പറയാനത്ര ഞാൻ പറയാം. എല്ലാം ക്ലീന. കാരണം ഈ പെസഹ ആചരിക്കുക എന്ന് പറയുന്നത് നല്ല ചെലവാണ്. ഞാൻ പറഞ്ഞല്ലോ, പെസഹയ്ക്ക് ഒരുക്കേണ്ടത് 6 കൂട്ടം ഐറ്റംസാണ്. 1, ശുദ്ധമായ വൈൻ അഥവാ വീഞ്ഞ്. 2, പുളിപ്പില്ലാത്ത അപ്പം. 3, തീയിൽ ചുട്ടെടുത്ത ആട്ടിറച്ചി. ഒരാടിനെ മുഴുവൻ ചുട്ടതായിരിക്കണം. സോറി, തീയിൽ ചുട്ട ആട്ടിറച്ചി. 4, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ. 5, കയ്പ് ചീര. 6, സോസ് അഥവാ ചാറ്. ഇത്ര 6 കൂട്ടം സാധനങ്ങളാണ് പെസഹയ്ക്ക് ഒരുക്കി വെക്കേണ്ടത്. ഏതൊക്കെയാണ്? ശുദ്ധമായ വീഞ്ഞ്, പുളിപ്പില്ലാത്ത അപ്പം, ചുട്ട ആട്ടിറച്ചി, ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, കയ്പ് ചീര, ചാറ് അല്ലെങ്കിൽ സോസ്. ഇത്രയും സാധനം വേണം. സ്വോത്രം. നമ്മൾ ഇതിനെ 2 ഐറ്റം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇത് നടക്കുന്നുണ്ടെന്നുള്ള എന്റെ സന്തോഷം മതി. പോട്ടെ. നിങ്ങൾ 6 ഒന്നും ഉണ്ടാക്കാൻ ഞാൻ 6 തല്ലിക്കൊല്ലാനും ചൂടാനൊന്നും പോകരുത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു പറ്റില്ല. എന്നിട്ട് വീഞ്ഞ്, പുളിപ്പില്ലാത്ത അപ്പം, പിന്നെ ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, ചുട്ട ആട്ടിറച്ചി, ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ, കയ്പ് ചീര, സോസ്. ഇതെല്ലാം ഈ 3 ചീപ്പോ അടുപ്പിച്ചിട്ടിട്ട് അതിന്റെ മീതെ ആണ് ഈ പെസഹയ്ക്കുള്ള വസ്തുക്കൾ വെക്കുന്നത്. സ്തോത്രം. അങ്ങനെ പെസഹ ആചരിക്കും. അപ്പൊ ഇത്ര ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ കാശ് മുടക്ക് വല്ലതും ഉണ്ടോ? സ്തോത്രം. കാശ് മുടക്കാണ്ട് പണി നടക്കുകയല്ല. കാശ് മുടക്കിയേ പറ്റും. എങ്കിൽ മാത്രം ഇത്ര ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സമയം പോകുമ്പോൾ ഞാനിവിടെ നിർത്തുക. മറക്കരുത്, പെസഹ ആചരിക്കുന്ന രീതിയുടെ പ്രാരംഭ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. പഴയ നിയമത്തിലെ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞ കാര്യമായിട്ട് മറക്കുകയും ചെയ്യരുത്. ഞാനത് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോയി ശരിയാകത്തില്ല. ഞാൻ ഇന്ന് ഒരു ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാൻ വിചാരിച്ചെങ്കിൽ നടന്നില്ല. നിശ്ചയമായിട്ട് നമുക്ക് അടുത്ത ദിവസം തിങ്കളാഴ്ച ദൈവം അനുവദിച്ചാൽ ഞാൻ ഇതിന്റെ ബാക്കി കൺഫർമേഷൻ. അപ്പൊ ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാതെ ഇതിന്റെ സ്പെഷ്യൽ ടൈറ്റിലായിട്ട് ലോർഡ്സ് ഓഫ് മറ്റെന്തെങ്കിലും ടൈറ്റിൽ കൊടുത്തുകൊണ്ട് വേണം ആ വീഡിയോസ് പുറത്തുവിടാൻ. അടുത്ത ക്ലാസ്സിൽ സബ്ജക്ട് ഇതിന്റെ ബാക്കിയായിരിക്കും എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ വളരെ വിലപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് മിസ്സാക്കരുത്. പ്രാർത്ഥന സംബന്ധിക്കണം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.